മലയാളികളെ ദശകങ്ങളോളം ചിരിപ്പിക്കുകയും ഒപ്പം ഒട്ടേറെ ചിന്തകളിലേക്ക് തള്ളിവിടുകയും ചെയ്ത അതുല്യ പ്രതിഭ സലീം കുമാർ ഓർമ്മയായി. ഏറെ നാളായി അസുഖബാധിതനായിരുന്ന അദ്ദേഹം ശനിയാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. കരൾ സംബന്ധമായ അസുഖങ്ങളും ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ശനിയാഴ്ച ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്ന അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണത്തിന് കീഴടങ്ങിയത്. മലയാളത്തിന്റെ പ്രിയതാരം സലീം കുമാറിനോടുള്ള അന്തിമയാത്രയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പറവൂർ ടൗൺ ഹാളിലേക്ക് ആരാധകരുടെയും സിനിമാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും വൻ പ്രവാഹമാണ് ഉണ്ടായത്. ഇന്ന് ജൂൺ 7-ാം തീയതി രാവിലെ 9 മണിയോടെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി ടൗൺ ഹാളിൽ എത്തിച്ചതോടെ ജനസാഗരമായി മാറിയ പറവൂർ നഗരം വികാരാധീനമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ദശകങ്ങളിലൂടെ മലയാളികളെ ഒരേ സമയം പൊട്ടിച്ചിരിപ്പിക്കുകയും അഗാധമായ ചിന്തകളിൽ ആഴ്ത്തുകയും ചെയ്ത ഈ അതുല്യ കലാകാരന്റെ അവസാന നോക്കുകാണാൻ ഒട്ടേറെ ആളുകളാണ് ഒഴുകിയെത്തിയത്. സിനിമാ ലോകത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ടൗൺ ഹാളിൽ അണിനിരന്നപ്പോൾ നഷ്ടമായത് ഒരു മികച്ച നടനെ മാത്രമല്ല, പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിത്വത്തെ കൂടിയാണെന്ന വികാരം ഏവരുടെയും മുഖത്ത് നിഴലിച്ചു നിന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജനപ്രിയ താരം ജയറാം, നടി നവ്യ നായർ, രമേശ് പിഷാരടി തുടങ്ങിയവർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം നേരിട്ടെത്താൻ സാധിക്കാത്ത മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങളും പ്രമുഖരും സലീം കുമാറിന്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയും തങ്ങളുടെ പ്രിയ സുഹൃത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ചിരിയുടെ മണിമുഴക്കം നിലച്ചതിലുള്ള തീരാത്ത വേദനയോടെ പറവൂരിലെ ഓരോ ജനമനസ്സുകളും തങ്ങളുടെ പ്രിയ നടന് വിടവാങ്ങലിന്റെ കണ്ണീർ പൂക്കൾ സമർപ്പിച്ചു. സലീം കുമാർ തന്റെ ജീവിതകാലത്ത് മുന്നോട്ട് വെച്ച ലളിത ജീവിതത്തിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് തികച്ചും ലളിതമായ ചടങ്ങുകളോടെയായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം നടക്കുക. മരണാനന്തര ചടങ്ങുകളിൽ യാതൊരുവിധ ആഡംബരങ്ങളോ മതപരമായ കർമ്മങ്ങളോ ആവശ്യമില്ലെന്നുള്ള അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പൂർണ്ണമായി മാനിച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്. മരണശേഷം തന്റെ ചിതാഭസ്മം പുഴയിലോ മറ്റോ ഒഴുക്കണമെന്നുള്ള ആചാരപരമായ രീതികൾ വേണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ഈ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പറവൂരിലെ അദ്ദേഹത്തിന്റെ സ്വവസതിയായ വീട്ടുവളപ്പിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും. കലാലോകത്ത് ചിരിയുടെ മണിമുഴക്കം തീർത്ത ആ അതുല്യ കലാകാരൻ താൻ ഏറെ സ്നേഹിച്ച മണ്ണിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ശാന്തമായി അന്ത്യവിശ്രമം കൊള്ളും. താരജാഡാഡംബരങ്ങളില്ലാത്ത ശാന്തമായ ഈ വിടവാങ്ങൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ലാളിത്യം വിളിച്ചോതുന്ന ഒന്നായിരിക്കും. 1969 ഒക്ടോബർ 10 എറണാകുളം വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ മകനായാണ് സലീം കുമാർ ജനിച്ചത്. മതം വെളിവാക്കാത്ത പേര് നൽകണമെന്ന അച്ഛന്റെ ആഗ്രഹപ്രകാരം സലീം എന്ന് പേരിട്ടെങ്കിലും പിന്നീട് അധ്യാപകരുടെ നിർബന്ധപ്രകാരം കുമാർ കൂടി ചേർത്താണ് സലീം കുമാർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള കടന്നുവരവ്. എന്നാൽ 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായി. മിമിക്രി വേദികളിലൂടെ തന്റെ തന്മയത്വമുള്ള ശൈലി തിരിച്ചറിഞ്ഞ സലീം കുമാർ വളരെ പെട്ടെന്നാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യ താരമായി മാറിയത്. എന്നാൽ അച്ഛനുറങ്ങാത്ത വീട്, ആദാമിന്റെ മകൻ അബു, പെരുമഴക്കാലം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ താൻ വെറും ഒരു ഹാസ്യ താരമല്ല, മറിച്ച് ഏത് ഗൗരവകരമായ കഥാപാത്രത്തെയും അവിസ്മരണീയമാക്കാൻ കഴിവുള്ള പ്രതിഭയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. സിനിമയിലെ അഭിനയ ജീവിതത്തിൽ അത്യുന്നതമായ അംഗീകാരങ്ങൾ പലതും സലീം കുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. അഭിനയത്തിന്റെ സൂക്ഷ്മതലങ്ങളെ തൊട്ടറിഞ്ഞ ഈ പ്രതിഭയെ തേടി ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ എത്തി. 2011 പുറത്തിറങ്ങിയ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ തീവ്രവും അവിസ്മരണീയവുമായ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി. ഇതേ ചിത്രം അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിക്കൊടുത്തു. ഇതിനു മുൻപ് തന്നെ തന്റെ അഭിനയ മികവ് തെളിയിച്ച സലീം കുമാറിന് 2006 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ പ്രകടനത്തിന് 2ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. വെറുമൊരു അഭിനേതാവ് എന്നതിലുപരി മികച്ചൊരു രചയിതാവ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന് തെളിയിക്കുന്നതായിരുന്നു കറുത്ത ജൂതൻ എന്ന ചിത്രം. ആ ചിത്രത്തിലൂടെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയത് അദ്ദേഹത്തിന്റെ കലാവൈഭവത്തിനുള്ള മറ്റൊരു സാക്ഷ്യപത്രമായി മാറി. സിനിമാ ലോകം അദ്ദേഹത്തിന്റെ അസാമാന്യമായ അഭിനയ പാടവത്തെ ആദരിച്ച ഈ പുരസ്കാരങ്ങൾ മലയാള സിനിമയുടെ ചരിത്ര താളുകളിൽ അദ്ദേഹത്തിന്റെ പേര് എക്കാലവും ജ്വലിച്ചു നിൽക്കുന്നതിന് കാരണമായി.
അഭിനയ രംഗത്തെ അനിതര സാധാരണമായ വിജയങ്ങൾക്കപ്പുറം സിനിമയുടെ പിന്നണിയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സലീം കുമാറിന് സാധിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്ന നിലയിൽ കറുത്ത ജൂതൻ, കമ്പാർട്ട്മെന്റ്, ദൈവമേ കൈത്തൊഴാം, കെ കുമാർ ആകണം എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ തന്റേതായ ആവിഷ്കാര ശൈലി അദ്ദേഹം അടയാളപ്പെടുത്തി. തിരക്കഥാകൃത്തും സംവിധായകനും എന്ന നിലയിൽ കലയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ഈ ചിത്രങ്ങളിലെല്ലാം പ്രകടമായിരുന്നു. കൂടാതെ തന്റെ വർണ്ണാഭമായ ജീവിതത്തിലെ അനുഭവങ്ങളെയും കാഴ്ചപ്പാടുകളെയും കോർത്തിണക്കി ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകൾ വായനക്കാർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. കലയുടെ ലോകത്തെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന അദ്ദേഹം ഭാര്യ സുനിതയും മക്കളായ ചന്തു, ആരോമൽ എന്നിവരടങ്ങുന്ന തന്റെ കൊച്ചു കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ വിധി സലീം കുമാറിനെ നമ്മളിൽ നിന്ന് അകറ്റിയപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് നികത്താനാവാത്ത ഒരു വലിയ ശൂന്യത. ദശകങ്ങളോളം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ചിരിയുടെയും കണ്ണുനീരിന്റെയും തണലൊരുക്കിയ ഈ കലാകാരൻ തന്റെ കഥാപാത്രങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും എന്നും ഒരു പുഞ്ചിരിയായി നമ്മുടെയെല്ലാം ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും.